താത്തല്ല ഛർദിക്കുന്നത്. ഒരു ഛർദി ഇതുവരെ മാറിയില്ലേ? താത്ത എന്താ നിങ്ങക്ക് പറ്റി? ഇപ്പൊ 2-3 ദിവസമായില്ലേ ഛർദിക്കുന്ന കാണുന്നു. എന്താന്നറിയില്ലടേ, ഭക്ഷണം കഴിച്ച വയറ്റിന് പറ്റാണ്ട തോന്നുന്നു. ഭക്ഷണത്തിന്റെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങക്ക് മാത്രമേ എങ്ങനെ ഉണ്ടാവുക? അപ്പൊ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ? ഞങ്ങളിപ്പോ അതന്നെയല്ലേ കഴിക്കണേ. ഇതിപ്പോ 2-3 ദിവസമായില്ലേ തുടങ്ങിയിട്ട്, ഇതുവരെ ഒരു കുറവും കാണുന്നില്ല. അതെന്താ അറിയില്ല. എന്തായാലും ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട താത്ത, നമുക്ക് വേറെ ഒരു ഡോക്ടറെ കാണാം. വേണ്ട വേണ്ട, ഡോക്ടറൊന്നും കാണിക്കണ്ട, ഇത് മാറിക്കോളും. അങ്ങനെ പറഞ്ഞിരുന്ന എങ്ങനെ താത്ത? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന വല്ല ഇൻഫെക്ഷനായി എന്താ ചെയ്യാ? അങ്ങനൊന്നും ഉണ്ടാവില്ലടി, ഞാൻ ശർക്കര ഗുളിക കഴിക്കുന്നുണ്ട്, അപ്പൊ അത് തന്നെ മാറിക്കോളും. എത്ര ദിവസമായിട്ടപ്പ ഇങ്ങനെ ഈ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക? ഇന്നും കൂടി നോക്കട്ടെ, ഇന്ന് കുറവില്ലെങ്കിൽ നമുക്ക് നാളെ പോവാം. ശരി, ഇന്നൊന്നും കൂടി നോക്ക്. അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും പോണ്ട താത്ത. നിങ്ങളൊരു കാര്യം ചെയ്യേ, എന്നാ കുറച്ചു നേരം അവിടെ വന്ന് കിടക്ക്, അപ്പൊ ഒരു സമാധാനം കിട്ടും. കുറവില്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോവാട്ടോ. അല്ല, അവൾക്ക് എന്താ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഛർദിക്കാണ്ട് ഇരുന്നാ മതിയായിരുന്നു റബ്ബേ. എന്താ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാനിവിടെ ഫോൺ എടുക്കാൻ പറ്റിയ അവസ്ഥയിലാണല്ലോ ഉണ്ടായിരുന്നത്. എന്താണ്? രാവിലെ തുടങ്ങിയ ഛർദിയാണ്. ഛർദിച്ച് മനുഷ്യന് വയ്യാണ്ടായി. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, ഇത് അതന്നെയാണ്. അതൊന്നും ആയിരിക്കില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എന്റെ നാത്തൂന് അവൾക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്ന് തോന്നണത്. ഞാൻ ഛർദിക്ക് വേണ്ടിട്ട് എന്റെ പിന്നാലിന്ന് മാറിയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോവാ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കണമെന്ന് എനിക്കേ അറിയുള്ളൂ. അവരുടെ കൂടെ ഞാൻ ഡോക്ടറെ കാണാൻ പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. ഇനി എനിക്ക് അതേ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എത്ര ദിവസം വെച്ചിട്ട് അപ്പൊ ഒന്ന് പോവാ നാളെ പോവാ പറഞ്ഞിട്ടിരിക്കണത്. അവള് പോയിട്ട് ഇനി ഉമ്മാടത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാവും. അതിന് മുന്നേ നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ നോക്ക്. നീയേ ഒരു കാരണവശാലും അവരൊപ്പം പോകണ്ട കേട്ടോ. നാളെ ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് എന്താ സംഭവം നോക്കാം കേട്ടോ. നീ എന്തെങ്കിലും പറഞ്ഞ നാളെ അവിടെ ഇറങ്ങാൻ നോക്ക്. എന്നാ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കാട്ടോ. എന്നാ അങ്ങനെ ചെയ്യാം. എന്നാ ഞാൻ വെക്കട്ടെ. ശരി. അല്ല, എന്തൊക്കെ ഞാനീ കേട്ടത്? ഇവർ ഇത്രക്കാരിയായിരുന്നോ? വെറുതെ അല്ലേ ഇവര് ആശുപത്രിയിൽ പോകാൻ വിളിച്ചപ്പോൾ വരാഞ്ഞത്? ഇവരെ മാപ്പിള മരിച്ചിട്ട് അധികം ആയിട്ടും കൂടി ഇല്ല, അപ്പത്തിന് അവർക്ക് കള്ളക്കാമുകനായി വിശേഷമായി. എന്തായാലും ഇതിവിടെ പറയണം, അല്ലെങ്കിൽ ഇത് നാട്ടുകേസാവും. ഹലോ ഉമ്മ, എന്താ കാട്ടുന്നത്? തിരക്കില്ല? ഇല്ലടി, പറഞ്ഞോ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണേ. എന്താണ്? ഇവിടെ നാത്തൂനല്ലേ, അതിനെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് തോന്നുന്നു. ഇപ്പൊ കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. അല്ല, ആര് പറഞ്ഞു എൻ്റെ അടുത്ത്? ആരും പറഞ്ഞിട്ടൊന്നല്ല. പിന്നെ നീ ഒന്ന് തെളിച്ച് പറയേ. അതെന്താ വെച്ചിട്ടമ്മ, 2-3 ദിവസമായി ഇവിടെ താത്ത ഛർദിക്കുന്നു കണ്ടു. അപ്പൊ ഇന്ന് രാവിലെ കൂടി ഞാൻ ഛർദിക്കുന്നു കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു താത്താനോട്, താത്ത വായ നമുക്ക് ആശുപത്രിയിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ താത്ത പറയാണ് അത് ഭക്ഷണം കഴിച്ചത് വയറ്റിന് പിടിക്കാനിട്ടാണ്. ഞാൻ ഛർദിയുടെ ഗുളിക കഴിക്കണ്ട്, ഗുളിക കഴിച്ചാൽ മാറും എന്നാണ് പറയുന്നത്. അത് അവള് പറഞ്ഞ പോലെ ഭക്ഷണം പറ്റാൻ തന്നെ കൂടി. നീ ഇനി അതും ഇതും ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കണ്ട. ഒന്നാമത് അവള് മാപ്പിള മരിച്ചു വന്നിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന്. നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്ക്, അതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇടയിൽ കയറി വർത്താനം പറയല്ലേ. എന്നാ പറയേ. എന്നിട്ട് എന്തായെന്ന് വെച്ചാല് അവര് മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആ വിഷയം വിട്ടു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പാവം വെയ്യാണ്ടിരിക്കല്ലേ, ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് ചൂലെടുത്തിട്ട് അവര് റൂമിന്റെ അവിടെ എത്തിയപ്പോ അവരാരനായിട്ട് ഫോണിൽ വർത്താനം പറയാണ്. അപ്പൊ വർത്താനം പറഞ്ഞിട്ടപ്പോ ഞാൻ അവിടെ തന്നെ അങ്ങോട്ട് നിന്നു. പിന്നല്ലേ കാര്യം മനസ്സിലായത്, അവരവരെ കാമുകരോടെ വർത്താനം പറയണേ. അതോ, എന്നിട്ട് അവൾ എന്താ പറഞ്ഞിരുന്നേ? എന്തു പറയുന്നു? വിശേഷം ഉണ്ടായ കാര്യം അല്ലാണ്ട് എന്താ? എനിക്ക് തോന്നുന്നതേ ആ കാമുകരെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കാന്നാ തോന്നുന്നത്. എനിക്ക് കേട്ടപ്പോ അങ്ങനെ തോന്നിയത്. പക്ഷെ എന്താ റബ്ബേ ഇവളിങ്ങനെ, ഇവിടുത്തെ എന്ത് കൽപ്പിച്ചു കൂട്ടിയിട്ടാണ്? എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനാണാവത്.
അല്ല, നിന്റെ അമ്മായിമ്മയ്ക്ക് അറിയത് വല്ലതും? നന്നായിണ്ട്, അതിനൊന്നും അറിയില്ല. അതിനൊന്നാമത് അതിനെവിടെ നിനക്ക് നേരം? അതിന് എന്റെ കുറ്റം കണ്ടുപിടിച്ചെടുക്കാനല്ലേ നേരമുള്ളൂ. നീ പോയി പറയത്തല്ലേ അടുത്ത് മകളുടെ സ്വഭാവം അതാണെന്ന്, മനസ്സിലാവട്ടെ. പിന്നെ അത് ഞാൻ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ലാന്നു, ഞാൻ നുണ പറഞ്ഞു നടക്കാന്ന് പറയുള്ളൂ. എടി, ഇതൊക്കെ അറിഞ്ഞ അവര് മകളെടുത്ത് പോയി ചോദിക്കില്ലേ? അപ്പൊ അറിയില്ലേ സത്യങ്ങളൊക്കെ? ചോദിച്ചപ്പോ മകള് സത്യം പറയാൻ നിക്കല്ലേ? അവരില്ലാന്ന് തന്നെയല്ലേ പറയുള്ളൂ. പിന്നെ എന്നെ കടിച്ചു തിന്നാൻ നിക്കും. അതിനിപ്പോ ഇത് കാലാകാലം മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അത് പറയില്ലേ? അതിനറിയാനും 2-3 മാസം എന്തായാലും എടുക്കില്ലേ? അതുവരെ എനിക്ക് ഒരു സൂര്യൻ സമാധാനം തരില്ല. അത് വിചാരിച്ചിട്ട് നീ പറയാണ്ടിരിക്കണ്ട. ആൾക്കാരൊക്കെ അറിഞ്ഞാണ്ടല്ലോ നാറ്റ കേസാണിത്. നീ ഒരു കാര്യം ചെയ്യും, നീ അവന്റെ അടുത്തെല്ലാം വിളിച്ചൊന്ന് പറയാൻ നോക്ക്. ഇക്കാന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തമ്മ കാര്യം? അത് അവിടെ എന്നിട്ട് എന്ത് കാട്ടാനാ? അവ എന്തേലും ചെയ്യട്ടെ, അവ എന്തേലും പറയായിരിക്കും. ഈ കുരുത്തം കെട്ടുള്ള കാരണം ബാക്കിയുള്ളവർ കൈയടങ്ങറ്. നിനക്കല്ല തിരക്കുണ്ടായിരുന്ന അവളോട് കൂട്ടിക്കൊണ്ടുവരാൻ. അതിനിപ്പോ ഞാനിങ്ങനെയൊന്നൊക്കെ വിചാരിച്ചോ? മാപ്പിള പരിചയല്ലേ, അവ കുറച്ചു കാലം മറന്നു നിന്നോട്ടെന്ന് വിചാരിച്ച് വിളിച്ചായിരുന്നു. ഇനിയിപ്പോ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യും, നീ അവനെ വിളിച്ച് പറയും. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അവൾക്ക് ഗർഭമുണ്ട് അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഛർദിയാണ്, ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരുന്നില്ല എന്നൊക്കെ ഒന്ന് വിളിച്ച് പറയും. അതിനിപ്പോ ഇക്കാക്ക് എന്താ പറയാൻ പറ്റുക? ഇക്ക പറയും പോയിട്ട് ഹോസ്പിറ്റലിൽ കാണാൻ. അവര് വരില്ലല്ലോ, അവരവരെ കാമുവിന്റെ കൂടെ പോവുള്ളൂ. ഇനിയിപ്പോ എന്തിനാണോ പോണത്? അബോർഷൻ ചെയ്യാനാണോ? അതെ കൊണ്ട് വളർത്താനാണോ? അതെ കാമുകന്റെ കൂടെ പോയി ജീവിക്കാനാണോ? എന്തിനാന്ന് ആർക്കറിയാം? അതൊക്കെ പിന്നത്തെ കാര്യല്ലേ. നീ ആരും അവനെ വിളിച്ച് കാര്യം പറയേ. എന്നാ ശരി, ഞാൻ വിളിക്കാം. എനിക്ക് കുറച്ച് പണികളുണ്ട് അവിടെ. ശരി എന്നാ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ എന്നെ വിളിക്കും. ശരിട്ടോളൂന്നാ. ശരി എന്നാ. പക്ഷെ എന്താണേ, എന്താ ഈ പെണ്ണെ കാട്ടിയത്? എന്നാലും എങ്ങനെ നമുക്കതിന് മനസ്സ് വരുന്നേ? മനസ്സിലാ? എന്തമ്മാ? അല്ല, നീ എന്ത് കൽപ്പിച്ചിട്ട് വീട്ടാടി നിക്കണ്? അതെന്തമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയാത്തില്ല കുട്ടിയാ. നീ എന്താടി എന്റെ മകനെ വിളിച്ച് പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളുള്ള നോണെല്ലാം വിളിച്ച് പറഞ്ഞേക്ക അവള്, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. നമ്മ കാര്യം അറിയാണ്ട് എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഇവിടെ താത്താന്റെ പോക്കത്ര ശരിയൊന്നല്ല. എന്റെ കുട്ടീനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടല്ലോ മാപ്പിള മരിച്ചിട്ട് വന്നിരിക്കത്. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ചെവിടുകൊണ്ട് കേട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്ത് തേങ്ങയടി കേട്ടത്? അവള് കേട്ടു ഇത്രേ. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. അവൻ ഈ വീട്ടിലുള്ള അവകാശം പോലെ തന്നെ അവൾക്ക് ഈ വീട്ടിലുള്ള അവകാശം ഉണ്ട്. നീ വല്ലാണ്ട് കിടന്നുള്ളാൻ നിൽക്കണ്ട. നിനക്ക് അവളെ എങ്ങനെയും ഇവിടുന്ന് പുറത്താക്കണം, അതല്ലേ നിനക്ക് വേണ്ടേ? അവൾ മാപ്പിള മരിച്ചിട്ട് വന്നിരിക്കല്ലേ, അപ്പൊ കാലാകാലം നോക്കേണ്ടി വരല്ലോ എന്ന് നീ വിചാരിച്ചു അല്ലേ? അവൾ ഒരടവുകള്. നിന്റെ അടവൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട. നീ പറഞ്ഞതൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവാന്നറിയാം നിനക്ക്? അവളങ്ങോട്ട് വന്ന് കേറിയില്ല, അപ്പത്തേനും തുടങ്ങി അവള് പോരി. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല അമ്മ, ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. 2-3 ദിവസമായില്ലേ താത്ത ഛർദിക്കുന്നത് കാണുന്നു. ഇപ്പൊ ഞാൻ ഇന്നും കൂടി കണ്ടു ഛർദിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാണ്, താത്ത വരുന്നില്ല. അപ്പൊ താത്താക്ക് എന്താ എന്റെ കൂടെ വന്നാലും ഹോസ്പിറ്റലിൽ കാണിക്കാൻ? അവളെ വെറുതെ പൈസ ചെലവാക്കണ്ട വിചാരിച്ചിട്ടാണ് പോവാത്തത്, അല്ലാണ്ട് നിന്നെ പോലല്ല എന്റെ കുട്ടി. നിന്നെ പോലെ മുണ്ടുപത്തിന് ഓടി ഓടി ആശുപത്രി പോവല്ലേ ചെയ്യാവള്. അല്ല, അപ്പൊ ഏത് കാലം ഈ ഛർദി കൊണ്ട് നടക്കാന്ന് വിചാരിച്ചിട്ടാണോ? എങ്ങനെ ഛർദിക്കാണ്ടിരിക്ക? നീ വെച്ചിണ്ടാക്കിയല്ലേ തിന്നണ്, അപ്പൊ ഛർദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ അതന്നെയല്ലേ ഇന്ന് ഞാനൊക്കെ കഴിക്കുന്നത്. അപ്പൊ നമുക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ താത്താക്ക് മാത്രം എന്തൊരു കുഴപ്പം? നീ അവൾക്ക് തിന്നാൻ കൊടുക്കണേലും എന്തെങ്കിലും പൊടിച്ച് കളിക്ക് കൊടുക്കണ്ടാവും. എനിക്കറിയില്ലേ നിന്റെ സ്വഭാവം. നീ ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യും. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ. നീ അധികം ചലക്കാൻ നിക്കണ്ടീ, നീ അനുഭവിക്കാൻ പോണുള്ളൂ. നിനക്ക് അറിയാലോ എന്റെ സ്വഭാവം. ഇവിടുന്ന് ആരെ പുറത്താകാൻ പോണേ ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇതുപോലെ ഒരെണ്ണം ഈ വീട്ടിൽ വന്ന് പെട്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞതിനാണ് കുറ്റായത്. മകള് കാണിക്കുന്നതിനൊന്നുമില്ല. തള്ളി മകള് എന്താണെന്ന് വെച്ചാൽ കാണിച്ചിട്ട് പോട്ടെ. ഞാൻ ഇനി പറയാനുമില്ല കേൾക്കാനുമില്ല, ഒന്നിനുമില്ല. ഛർദി കുറവുണ്ടോ മോളെ? ഇപ്പൊ ഇത്തിരി കുറവുണ്ട്. എന്തമ്മാ അവളിനായിട്ട് അവിടെ പ്രശ്നം? അതൊക്കെ അവിടെ പതിവുള്ളതാ, നീ അത് കാര്യാക്കണ്ട. ഞാൻ ഇവിടെ നിക്കണേനാണോ? നല്ലടി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഛർദി കുറവില്ലേ, നമുക്ക് ആശുപത്രിക്കൊന്ന് പോവാ. എത്ര ദിവസം വെച്ചിട്ടാ ഇപ്പൊ ഇങ്ങനെ വെച്ചോണ്ടിരിക്കത്?
ഒന്നും കുഴപ്പമില്ലമ്മ, ഞാൻ ഗുളിക കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ഛർദ്ദിച്ചതാ. അപ്പൊ ഇത്ര നേരമായിട്ട് ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. അത് മാറിക്കോളും. എന്നാലിപ്പോ ഇത് എന്താല്ലേ, എത്ര ദിവസമൊക്കെ എടുക്കും ഛർദി മാറാൻ? അവിടെ ആകുമ്പോഴും ഇങ്ങനെ തന്നെയാണോ? അവിടെ ആകുമ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉമ്മ. അപ്പൊ ഡോക്ടറെ പോയി കണ്ടപ്പോ ഭക്ഷണം പറ്റാണ്ടാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഗുളിക തന്ന് അത് കഴിച്ചാ ഒന്ന് മാറും. അപ്പൊ ഞാൻ പിന്നെ ഛർദി വരുമ്പോഴൊക്കെ ആ ഗുളിക തന്നെ കഴിക്കാറ്. ഇതും അതന്നെയാണേ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കാറിയണ്ടേ. ഒന്നാം വീട്ട് പുഴുങ്ങാൻ അറിയുള്ളൂ അവൾക്ക്. നീ ഒന്ന് കിടക്കട്ടമ്മ, തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്. ഇനി കുറവില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണാൻ പോണം. എത്ര നേരം വേണമെന്ന് പോയിട്ട് വരാൻ? അവിടെ ചെന്നാലും ഇപ്പൊ ഈ ഗുളിക തന്നെ തരിക. പിന്നെ എന്തിനാ നമ്മൾ പോയിട്ട് വെറുതെ പൈസ കളയാൻ നിക്കണ്? എന്തായി അവിടുത്തെ കാര്യങ്ങള്? തള്ള അറിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ? അറിഞ്ഞറിഞ്ഞു. എന്നിട്ടെന്താ, നല്ലൊരു പ്രശ്നം ഉണ്ടായി, അത്ര തന്നെ. അതെ, മകളടുത്ത് ചോദിച്ചിട്ടുണ്ടാവില്ല അപ്പൊ. എന്നിട്ട് ആരാന്ന് പറഞ്ഞാല്? പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞത് ഞാനും ഉമ്മയും തമ്മിലാണ്, അല്ലാണ്ട് ഉമ്മയും താത്തയും തമ്മിലല്ല. അതെന്തിനായിട്ട് നിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി? നീ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തേനോ? ഞാൻ ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കണത്രേ. താത്ത അവിടെ നിക്കണേല് എനിക്ക് ഇഷ്ടമില്ലാന്ന്, അതുകൊണ്ടാണ് അത്രേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നന്നായല്ലോ. അപ്പൊ മകള് ചെയ്തതിനൊന്നുമില്ല അല്ലെ? നീ പറഞ്ഞതിനാണ് കുഴപ്പം. നീ ഒരു കാര്യം ചെയ്തോ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇനി വരുന്നതെല്ലാം തള്ളി മാളും കൂടി അനുഭവിച്ചോട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അതന്നെ മനസ്സിൽ വിചാരിച്ചേക്കണം. ഇതിപ്പോ ഏത് കാലം മൂടി വെക്കാൻ പറ്റില്ലല്ലോ. ഇന്നോ അല്ലെങ്കിൽ നാളെ തറിയുമല്ലോ. ഇതൊക്കെ ഈ പെണ്ണ് എപ്പ തുടങ്ങിയതാണാവോ? ചിലപ്പോഴേ ഈ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അവളുടെ മാപ്പിള അറ്റാക്ക് വന്ന് മരിച്ചു പോയത്. പറയാൻ പറ്റില്ല. ഇതിന്റെ സ്വഭാവം പണ്ടും അത്ര ചെയ്തൊന്നുമില്ലേ. കല്യാണത്തിന് മുന്നേ ഇതേപോലെ ആരുടെ കൂടെ ഒക്കെ ഒളിച്ചോടി പോയിട്ട് നാട്ടുകാരെ കൂടി പിടിച്ചോണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വേഗം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്. അല്ല, ഇനിയിപ്പോ ആ ചെക്കൻ തന്നെയാവോ? ഇതാണെന്നല്ല തോന്നുന്നു. അതിന്റെയൊക്കെ കല്യാണം കഴിഞ്ഞെന്നാ പറയുന്ന കേട്ടത്. പിന്നെ ഇനിയിപ്പോ ആരാണാവോല്ലേ? ആർക്കറിയാം. ഞാനതൊന്നും അന്വേഷിക്കാനേ പോണില്ല. എന്നിട്ട് എവിടെയാണ്? കിടക്കന്നെ? കിടക്കന്നെ. നേരം ഛർദിയും ക്ഷീണവും തളർച്ചയും. ആദ്യമൊക്കെ കാണുമ്പോ പാവം തോന്നി. ഇപ്പൊ ദേഷ്യം വരെ ചെയ്യുന്നു. വെറുതെ ഇങ്ങോട്ട് കൂട്ടി കൊടുന്നു, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക് ആൾക്കാരുടെ സ്വഭാവം? അങ്ങനെ നീ വിചാരിക്കുന്ന പോലെ എല്ലാ ആൾക്കാരും അത്ര നല്ല സ്വഭാവം ഉള്ളവരല്ല കേട്ടോ. മനസ്സിലായി അമ്മ, എല്ലാതും മനസ്സിലായി. എല്ലാരും മനസ്സിലായി ഇപ്പൊ. അല്ലേ, ഞാനിപ്പോ എന്താ ആലോചിക്കുന്ന അറിയോ? ഞാനിപ്പോ എന്തിനാ പറയാൻ പോയെന്ന് ആലോചിക്കുന്നത്. ഇനി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോളൂ എന്നോട്. അതവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ, നീ അത് മെയിൻ ചെയ്യാനേ നിൽക്കണ്ട. എന്നാ ശരി മാ, ഞാൻ വെക്കട്ടെ. എന്നാ ശരി. ഇനി നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ആ തള്ള കാണണ്ട. ശരി. എന്നാ ശരി, ഇടയ്ക്ക് വിളിക്ക്. താത്തതാ പിന്നെ ഛർദിക്കണം. ഛർദിക്കേ? അല്ലായി കുട്ടിയുടെ മാറിയില്ലാണാവോ? എന്നിട്ട് എവിടെ അവള്? അവിടെ ബാക്കിലുണ്ട്. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്താടി, കുറവില്ല എനക്ക്? നീ എന്താ ഛർദി കൂടാനുള്ള മരുന്നാ കഴിച്ചോണ്ടിരിക്കുന്നത്? ഇനി ഇത് വെച്ചോണ്ടിരിക്കണ്ട, വായ നമുക്ക് ആശുപത്രിയിൽ പോവാ. വേണ്ടമ്മ, ഇത് തന്നെ മാറുവേ. എന്ത് മാറുന്ന്? മാറാത്തോണ്ടല്ലേ ഈ പോവാന്ന് പറയണത്. നിനക്ക് എന്താ ആശുപത്രി പോവാ അത്ര പേടി? അവര് നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. അങ്ങോട്ട് വാങ്ങട്. ഇന്നും കൂടി നോക്കമ്മ, എന്നിട്ട് പോയാ മതി. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടറും ഉണ്ടാവില്ല. എന്താ ഡോക്ടർ ഇല്ലാണ്ട്? ഡ്യൂട്ടി ഡോക്ടറേലും ഉണ്ടാവില്ലേ? വേണ്ടെന്നു ഞാൻ പറയുന്നൊന്ന് കേക്ക് നിങ്ങളേ. നാളെ പോവാ നമുക്ക്. ശരി, നാളെ പോണട്ടോ. കുറവുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ പോണം. പോവാ. അതെ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല. 2-3 ദിവസം എങ്ങനെയാലും നീ പിടിച്ചു നിൽക്ക്. ഒരു വീട് സെറ്റാക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വന്ന് നിന്നെ കൊണ്ടുപോകും. 2 ദിവസം പോയിട്ട് ഒരു മിനിറ്റ് ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ അമ്മ എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞാൻ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. നാത്തൂൻക്കാണെങ്കിൽ നല്ല ഡൗട്ടും ഉണ്ട്. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങളൊന്ന് വേഗം വായോ. ഞാൻ നിന്നെ എവിടേക്കാ കൂട്ടി കൊണ്ടുപോവാ? എവിടേക്കായാലും കുഴപ്പമില്ല, എവിടേക്കാണെങ്കിലും ഞാൻ ഇറങ്ങി വരാം. എന്നാ ശരി, ഞാനിന്ന് രാത്രി വണ്ടിയായിട്ട് വരാം. നീ ഇറങ്ങി വായോ. പിന്നെ നിന്റെ കയ്യിലുള്ള ഒരു സാധനം അവിടെ വെക്കാൻ നിൽക്കണ്ട കേട്ടോ.
എൻ്റെ ഡ്രസ്സും പിന്നെ ആ സ്വർണ്ണങ്ങളൊക്കെ അല്ലേ എടുക്കാൻ മറക്കണ്ടേ. ആ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വരൂലോ അല്ലേ? ആ വരും. എന്താ നിനക്ക് ഇത്ര പേടി? ഒന്നുമില്ല, ചോദിച്ചതാ. ആ ശരി, അപ്പോളേ ഞാൻ രാത്രി വരുമ്പോൾ വിളിക്കാം കേട്ടോ. ശരി എന്നാ. ജെസ്സി എവിടെ? ആവോ, ഞാൻ കണ്ടില്ല. ഈ പെണ്ണത് എവിടെ പോയി കിടക്കുക? ഇന്ന് ആശുപത്രി പോണെന്ന് പറഞ്ഞതാണേ. അല്ല, അപ്പൊ റൂമിലില്ലേ? ഇല്ലേ, റൂം ഇതാ പുറത്തുനിന്ന് കുറ്റിട്ടേക്കണു. അത് ശരി, ചായ കുടിക്കാനും വന്നിട്ടില്ല. ഞാൻ വയ്യാണ്ട് എടുക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. ഇനി ഒറ്റക്കെങ്ങാനും പോയണാവോ ആശുപത്രിക്ക്? പറയാണ്ടങ്ങനെ പോവില്ലല്ലോ. ഇന്നമ്മ താത്താന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചൊക്കെ നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആന്നാ പറയുന്ന വിളിച്ചിട്ടേ. എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാലും ഈ പെണ്ണ് എങ്ങടെ റബ്ബെ പറയാണ്ട് പോയത്? ഉമ്മ, താത്താന്റെ റൂമിൽ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. കത്തോ? എന്ത് കത്ത്? അതെങ്ങനെ ഇപ്പൊ ഞങ്ങോട് പറയാ? നീ മനുഷ്യനെ ഇടങ്ങറാക്കാണ്ട് കാര്യം എന്താ പറയേ? താത്ത ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോവാന്നാ കത്തേറ്റി വെച്ചേക്കണ്. ഇറങ്ങിപ്പോവേ എങ്ങട്? ഞാൻ അമ്മയുടെ അന്നേ പറഞ്ഞല്ലേ താത്താക്കൊരു ചുറ്റിക്കളി ഉണ്ടെന്ന്. അപ്പൊ ഉമ്മ എന്റെ മെക്കിട്ട് കയറാനാ വന്നത്. ഞാൻ അതൊക്കെ അറിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടായിരുന്നതേ. നിങ്ങൾ എന്റെ റബ്ബി പെണ്ണ് എന്താ കാണിച്ചു വെച്ച് മഹാഭാബി ഇനി ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടി. ഇനിയിപ്പോ എന്താ ചെയ്യും? നമ്മള് ആരിനിപ്പോ ഒന്ന് വിളിക്കുക? കനോട് വിളിച്ച് പറഞ്ഞാലോ? പറഞ്ഞിട്ട് എന്ത് കാട്ടാനാ? അവരെന്ത് ചെയ്യാനാ? പോയോര് പോയി. എനിക്കിനി ഇങ്ങനൊരു മകളേ ഇല്ല.